വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. മനുഷ്യചരിത്രത്തിൻ്റെ തുടക്കത്തിൽ ദൈവവും മനുഷ്യനും ഒരുമിച്ചായിരുന്നു. അപ്പോൾ മനുഷ്യൻ ദൈവ നിയമത്തെ ലംഘിച്ചു. അവരുടെ വിശുദ്ധനും സ്നേഹവാനുമായ സൃഷ്ടാവിന് സമർപ്പിക്കുന്നതിന് പകരം മനുഷ്യവർഗം ശത്രുവിന് കീഴടങ്ങി. പാപത്തെ മരണത്താൽ ശിക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതായത് ജീവൻ്റെ ഉറവിടത്തിൽ നിന്നുള്ള വേർപിരിയൽ. ദൈവം ഒരു രക്ഷകനെ അയക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. ഒരു സ്ത്രീയുടെ സന്തതി ഇല്ല, അവൻ മശിഹ എന്ന് വിളിക്കപ്പെടും, തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നർത്ഥം. സാത്താൻ മശിഹയുടെ കുതികാലടിക്കും, എന്നാൽ മശീഹ സാത്താൻ്റെ തല തകർക്കും. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? പിന്നീട് രാജാവ് വ്യക്തമാക്കും. ഈ സംഭവങ്ങളെല്ലാം ഭൂമിയിലെ ഒരു വിശുദ്ധ രക്ഷകനെ അയക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ ചിത്രീകരിച്ചു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൻ്റെ ആവശ്യകതകൾ തൃപ്തിപ്പെടുത്തുക. സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ? ഇതാ, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച്